ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇഫ്താർ ടൈമിലോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ബണ്ണിൻ്റെ റെസിപ്പിയാണ് വന്നിട്ടുള്ളത്. ബണ്ണ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിതുപോലെ മീഡിയം സൈസിലുള്ള ബണ്ണാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതുപോലെ ഒന്ന് ക്രോസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് ക്രോസ് ആയിട്ട് അടിഭാഗം കട്ട് ചെയ്ത് പോവാത്ത രീതിയിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ 5 പീസാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആവശ്യമെങ്കിൽ വീണ്ടും നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്തിട്ടുള്ളത്. മൈദ ചേർത്തിട്ട് മൈദ ബട്ടറിൽ നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കാം. കളർ മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട. നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് ഒന്ന് മൂത്ത മണമൊക്കെ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് പാലാണ് ചേർക്കുന്നത്. പാല് ചേർക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സാക്കി നോക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ നന്നായിട്ട് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇത് നന്നായിട്ട് തിക്കായിട്ട് കുറുകി വന്നാൽ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഒറിഗാനോ കൂടി ചേർക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ സോസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു 1/4 ടീസ്പൂൺ അടുത്ത് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ചീസാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു സ്ലൈസ് ചീസ് കൂടി ചേർക്കുന്നുണ്ട്. മോസറല്ല ചീസോ നമ്മളുടെ കയ്യിലുള്ള ഏത് ചീസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ചീസ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർക്കുന്നത് ചിക്കനാണ്. അപ്പോൾ ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ് ചേർക്കുന്നത്. ഒരു 1/4 കപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് ബണ്ണിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഓരോ പീസ് ബണ്ണെടുത്തിട്ട് അതിനുള്ളിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ രണ്ട് സൈഡിലേക്കും 2 ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള 2 സൈഡിലേക്കും നമുക്ക് ഈ ഫില്ലിങ് നിറച്ച് വെച്ച് കൊടുക്കാം. ഈ ഒരു അളവിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 6 ബണ്ണ്, ഈ ഒരു സൈസിലുള്ള 6 ബണ്ണ് ഫില്ല് ചെയ്യാനുള്ള ഫില്ലിങ്ങാണ് നമുക്കിത് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ബണ്ണും ഞാൻ ഇതുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്കിത് ഒരു 6 ബണ്ണിനുള്ള ഫില്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുഴുവനായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കിത് ഇതിന് മുകളിലേക്ക് കുറച്ച് ചീസ് കൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മോസറല്ല ചീസാണ്. അത് ഇതിന് മുകളിലേക്ക് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ചിട്ടുള്ള ഭാഗത്തിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ചീസ് ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ചിട്ട് കൂടുതൽ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ ബട്ടറിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ മല്ലിയില പൊടിയായിട്ട് കട്ട് ചെയ്തത് ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് ബണ്ണിൻ്റെ മുകളിൽ എല്ലായിടത്തേക്കും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തേക്കും ബണ്ണ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത്. പിന്നെ നല്ലൊരു ടേസ്റ്റുമാണ്. മല്ലിയില ബട്ടറും ഒക്കെ നമ്മൾ ഇതുപോലെ ബ്രഷ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ബണ്ണിൻ്റെ പുറമെ എല്ലായിടത്തേക്കും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് മുകളിലേക്ക്. ഇനി നമുക്ക് ചീസൊക്കെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ അല്ലെങ്കിൽ നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ബണ്ണ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കാം. ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ തന്നെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നോളും. നമുക്ക് ഓവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓവനിൽ ഒരു 1-2 മിനിറ്റ് വെച്ചാൽ തന്നെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടും. ഓവനുള്ളവർ ഓവനിൽ വെച്ചിട്ട് ചെയ്താൽ മതി. അല്ലാത്തവർ ഇതുപോലെ പാനിൽ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിതുപോലെ എല്ലാ ബണ്ണും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 6 പീസ് ബ്രെഡ് ഇതുപോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ചൂടോടെ തന്നെ കഴിക്കണം, എന്നാലാണ് നല്ല ടേസ്റ്റ്. ഇതുപോലെ നല്ല ഉള്ളിൽ നല്ല ക്രീമി ആയിട്ട് നല്ല ചീസി ആയിട്ടുള്ളൊരു ബണ്ണാണ്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.